പഞ്ചസാര മെൽറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിൾ ഇതിൽ വെച്ചു കൊടുക്കാം. ആപ്പിൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനൊരു ഫാൻ അടപ്പത്ത് വെച്ച് ഒരു സ്റ്റാൻഡ് ഇട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാം. 2 മുട്ട, തണുപ്പ് പാടില്ല. ഇതിലേക്ക് പഞ്ചസാര 1/4 കപ്പ്, പുളിയില്ലാത്ത തൈര് 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലുള്ള ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. ഒരു 10 ഗ്രാം ബട്ടർ മെൽട്ടായത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ മൈദയിലോട്ട് ഇട്ടിട്ട് ഒന്നിച്ച് വേണം ഇതൊന്ന് അരിച്ചെടുക്കാൻ. കേക്കിന്റെ ഭാഗത്തിന് ഇതുപോലെ ബാറ്റർ ആക്കി എടുക്കണം. ഇനി നമുക്ക് ആപ്പിളിന്റെ മീതയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടാക്കിയ ഈ പാനിലോട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം. പാനിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മൂടിയിട്ടിന് ഒരു 5 മിനിറ്റ് ഹീറ്റ് കൂട്ടി വെച്ചു കൊടുക്കുക. അതിനുശേഷം തീ കുറച്ചിടുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാമൊന്ന്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇതായിട്ടുണ്ട്, ഇതിനകത്തൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തീ ഓഫ് ചെയ്തിട്ട് മാറ്റാം. ഇതായിട്ടില്ല എങ്കിൽ നമ്മൾ സ്ലോയില് ഒന്നും കൂടി വേവിച്ചെടുക്കണം. ആപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു ട്രേയിലോട്ട് മാറ്റി കൊടുക്കണം. ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ കമത്തിയിട്ട് കൊടുക്കാം. നമുക്കിനി പൊക്കി നോക്കാം. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തു നോക്കാം. നമുക്ക് വീടുകളിൽ പെട്ടെന്ന് ഓവനൊന്നും ഇല്ലാത്തവർക്ക് പോലും ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആണ്. ഇത് ചെയ്തു നോക്കിയതിന് ശേഷം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. താങ്ക് യു. ഇത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ്.